Hi everyone, welcome to PWOLI Maths. This is Satish with you. കഴിഞ്ഞ ക്ലാസ്സിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ഒരു മെത്തേഡും അതിൻ്റെ ഒന്ന് രണ്ട് എക്സാമ്പിളുമാണ് നമ്മൾ കണ്ടത്. നമ്മൾ പഠിച്ച മെത്തേഡ് ഫാക്ടറൈസേഷൻ മെത്തേഡ് ആയിരുന്നു അല്ലേ? സീറോ ഫാക്ടർ തിയറം ഉപയോഗിച്ച് അതിൻ്റെ റൂട്ട്സ് കണ്ടെത്തുന്ന വിധമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത്. ഇന്നത്തെ ക്ലാസ്സിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള രണ്ടാമത്തെ ഒരു മെത്തേഡ്, അതായത് കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ മെത്തേഡ് എന്ന ഒരു രീതിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്, ശരിയായിട്ട് പഠിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ ഒന്ന് നോക്കാം നമുക്ക്. ഇവിടെ ഞാനൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തരികയാണ്. എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6 ഈക്വൽ ടു 0. അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിലുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് അല്ലേ? ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0 എന്ന സ്റ്റാൻഡേർഡ് ഫോമിലുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. അപ്പോൾ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡിൽ ഇത് എങ്ങനെ സോൾവ് ചെയ്യും എന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ശ്രദ്ധിച്ച് നോക്കിയിരിക്കുക, വളരെ പെട്ടെന്ന് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ആദ്യത്തെ സ്റ്റെപ്പിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഫോമിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഒന്ന് എടുത്തെഴുതുക. അത് സ്റ്റെപ്പ് 1ൽ നമുക്കിത് ചെയ്യാം. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇൻ ഇറ്റ്സ് സ്റ്റാൻഡേർഡ് ഫോം. സെക്കൻഡ് സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ കോൺസ്റ്റൻറ്റ് ടേമില്ലേ, കോൺസ്റ്റൻറ്റ് ടേമിനെ റൈറ്റ് സൈഡിലോട്ടങ്ങ് ഷിഫ്റ്റ് ചെയ്യണം. കോൺസ്റ്റൻറ്റ് ടൈമിനെ, ബാക്കി രണ്ടും ഇവിടെ കിടക്കട്ടെ. കോൺസ്റ്റൻറ്റ് ടൈമിനെ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 5x ഈക്വൽ ടു പ്ലസ് 6 ഷിഫ്റ്റ് ചെയ്യുമ്പോൾ -6 എന്ന് വരും അല്ലേ? ഈക്വൽ ടു -6. ഇത് ക്ലിയർ ആണല്ലോ? ഇപ്പോൾ രണ്ട് സ്റ്റെപ്പ് ക്ലിയർ. ഫസ്റ്റ് സ്റ്റെപ്പിൽ സ്റ്റാൻഡേർഡ് ഫോം എഴുതി, സെക്കൻഡ് സ്റ്റെപ്പിൽ കോൺസ്റ്റൻറ്റ് ടൈമിനെ അപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് കാര്യം ഇതാണ്. എ കൊണ്ട് ഈ ഇക്വേഷനെ ഡിവൈഡ് ചെയ്യണം. എ എന്നാൽ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് കേട്ടോ. ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് 1 അല്ലേ? 1x² അല്ലേ? അപ്പോൾ 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത ഇഫക്റ്റ് ഒന്നുമില്ല. ഇവിടെ 1 അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു നമ്പർ ഉണ്ടെങ്കിൽ മാത്രം, ഇപ്പോൾ ഇവിടെ 2x² എന്ന് വന്നെങ്കിൽ നമ്മൾ 2 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഇവിടെ 1x² ഉള്ളതുകൊണ്ട് 1 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇഫക്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ തേർഡ് സ്റ്റെപ്പ് ഇവിടെ ചെയ്യേണ്ട കാര്യം ഇല്ല. ഇനി അടുത്ത ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഞാൻ സ്റ്റെപ്പ് 4ലോട്ട് അങ്ങ് പോവാം. 2 കഴിഞ്ഞിട്ട് തേർഡ് ഇവിടെ ചെയ്യേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് ഫോർത്ത് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് എക്സിൻ്റെ കോയഫിഷ്യൻ്റ് എടുക്കണം. എക്സിൻ്റെ കോയഫിഷ്യൻ്റ്, ഇവിടെ എക്സിൻ്റെ കോയഫിഷ്യൻ്റ് ഏതാ? 5. എക്സ് സ്ക്വയറിൻ്റെ കോയഫിഷ്യൻ്റ് ആയിരുന്നു 1. ഇവിടെ എക്സിൻ്റെ കോയഫിഷ്യൻ്റ് എത്രയാണ്? 5 ആണ് അല്ലേ? ആ എക്സിൻ്റെ കോയഫിഷ്യൻ്റ് 5ൻ്റെ ഹാഫ് എടുക്കണം. 5ൻ്റെ ഹാഫ് എടുക്കാൻ എന്ത് ചെയ്താൽ മതി? ഡിനോമിനേറ്റർ 2 കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ 5ൻ്റെ ഹാഫ് എടുക്കുന്നു, എന്നിട്ട് അതിൻ്റെ സ്ക്വയർ എടുക്കുന്നു. എക്സിൻ്റെ കോയഫിഷ്യൻറ്റിൻ്റെ ഹാഫിൻ്റെ സ്ക്വയർ ഓഫ് ദി ഹാഫ് ഓഫ് ദി കോയഫിഷ്യൻ്റ് ഓഫ് എക്സ്, എക്സിൻ്റെ കോയഫിഷ്യൻ്റെ ഹാഫിൻ്റെ സ്ക്വയർ എടുക്കുന്നു. എന്നിട്ട് അതെടുത്ത് ഈ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ആഡ് ചെയ്യണം. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ആഡ് ചെയ്യണം. ഒരു ഇക്വേഷൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ഒരേ നമ്പർ ആഡ് ചെയ്താൽ ഇഫക്റ്റ് ഒന്നും വരില്ലല്ലോ. ഇനി ഈക്വാളിറ്റിക്ക് എന്തെങ്കിലും വ്യത്യാസം വരുമോ? ഈക്വാളിറ്റിക്ക് ഒരു വ്യത്യാസവും വരില്ല അല്ലേ? രണ്ടിടത്തും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ എക്സിൻ്റെ കോയഫിഷ്യൻറ്റിൻ്റെ ഹാഫിൻ്റെ സ്ക്വയർ എടുത്തിട്ട് ഇവിടെയും അപ്പുറത്തും ആഡ് ചെയ്യുകയാണ്. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് ഈ രണ്ട് ടേമിനോട് ഇത് ആഡ് ചെയ്യുന്നു. 5/2 സ്ക്വയർ ആഡ് ചെയ്തു ഈക്വൽ ടു -6 പ്ലസ് 5/2ൻ്റെ സ്ക്വയർ. രണ്ട് സൈഡിലും 5/2ൻ്റെ സ്ക്വയർ അങ്ങ് ആഡ് ചെയ്തു. അപ്പോൾ സ്റ്റെപ്സ് ഒന്നുകൂടെ നോക്കാം. സ്റ്റാൻഡേർഡ് ഫോം എഴുതി, കോൺസ്റ്റൻറ്റ് ടൈമിനെ അപ്പുറത്തോട്ട് ഷിഫ്റ്റ് ചെയ്തു. എ കൊണ്ട് ഡിവൈഡ് ചെയ്യണം അടുത്ത സ്റ്റെപ്പിൽ. ഇവിടെ A1 ആയതുകൊണ്ട് അത് ചെയ്യണ്ട. പിന്നത് എക്സിൻ്റെ കോയഫിഷ്യൻറ്റിൻ്റെ ഹാഫിൻ്റെ സ്ക്വയർ എടുത്തു. എക്സിൻ്റെ കോയഫിഷ്യൻറ്റിൻ്റെ ഹാഫിൻ്റെ സ്ക്വയർ എടുത്ത് അത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ആഡ് ചെയ്തു. ഓക്കെ, ഇനി ഈ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാലേ ഇത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ? സംശയമുണ്ടോ? നോക്കാം നമുക്ക്. തണ്ട് ഇതിനെ ഈ സ്ക്വയർ ഉള്ള രണ്ട് ടേം കൂടെ ചേർത്ത് എക്സ് പ്ലസ് ഈ 5/2, അതായത് സ്ക്വയർ ഉള്ള രണ്ട് ടേം ചേർത്ത് ഓൾ സ്ക്വയർ എന്നങ്ങ് ഇട്ട് വയ്ക്കുക. കറക്റ്റ് ആയിരിക്കും, നോക്കിക്കോണം എന്താണെന്ന്. a+b ഓൾ സ്ക്വയർ എന്ന ഫോം അല്ലയോ ഇത്? ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കിയേ. a+b ഓൾ സ്ക്വയർ a² പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ, ശരിയല്ലേ?
എക്സ്പാൻഷൻ കറക്റ്റ് അല്ലേ? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണേ, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. ദാ ഈ 2 അങ്ങ് ക്യാൻസൽ ആയി പോവില്ലേ? അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 5/2 സ്ക്വയർ എന്ന് വരും. അതല്ലേ ഈ കിടക്കുന്ന സാധനം. അപ്പോൾ ഇതിനെ ഇങ്ങനെ എഴുതിയാൽ തെറ്റില്ലല്ലോ, ഉറപ്പായിട്ട് എഴുതാമല്ലോ. അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ വരുള്ളൂ. നിങ്ങൾ ഈ സ്ക്വയർ ഉള്ള 2 ടേമും കൂടെ എടുത്തിട്ട് ഇവിടെ വന്ന സൈൻ പ്ലസ് ആണെങ്കിൽ പ്ലസ്, ഇവിടെ മൈനസ് ആണെങ്കിൽ മൈനസ് ഇട്ട് ഹോൾ സ്ക്വയർ അങ്ങ് ഇട്ട് വെച്ചാൽ മതി. കറക്റ്റ് ആയിരിക്കും, ഉറപ്പാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇവിടെ ഒന്ന് ലെഫ്റ്റ് സൈഡ് അങ്ങ് ഫാക്ടറൈസ് ചെയ്യണം. ക്ലിയർ ആയോ? അപ്പോൾ ലെഫ്റ്റ് സൈഡ് നമ്മൾ അതിനെ അങ്ങ് ഫാക്ടറൈസ് ചെയ്തു. ഈക്വൽ ടു റൈറ്റ് സൈഡിൽ പോയിട്ട് ഇതിനെ അങ്ങ് സിംപ്ലിഫൈ ചെയ്യണം. ഇതിനെ നമുക്ക് ആഡ് ചെയ്യുക. അപ്പോൾ -6 പ്ലസ് 5/2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് 5 സ്ക്വയർ 25/2 സ്ക്വയർ 4 എന്ന് കിട്ടുമല്ലോ. ഇനി ഇത് ആഡ് ചെയ്യാൻ ക്രോസ് ചെയ്താൽ മതി. ഞാൻ ക്രോസ് ചെയ്യാം. എക്സ് പ്ലസ്, ഇവിടെ ഇനി ഒന്നും ചെയ്യണ്ട, എക്സ് പ്ലസ് 5/2 ഓൾ സ്ക്വയർ ഈക്വൽ ടു -6 ഇൻറ്റു 4 ക്രോസ് ചെയ്യാണ്. -6 ഇൻറ്റു 4 -24 പ്ലസ് 1 ഇൻറ്റു 25 ദാറ്റ് ഈസ് 25 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 4 4. ഇങ്ങോട്ട് ചെയ്തു, ഇത് രണ്ടോട് ചെയ്തു, ക്രോസ് ചെയ്തു, ഞാൻ വെച്ചിട്ടുണ്ട്. വീണ്ടും എക്സ് പ്ലസ് 5/2 ഓൾ സ്ക്വയർ ഈക്വൽ ടു -24 പ്ലസ് 25 എത്രയാണ്? 1 അല്ലേ? 1 ഡിവൈഡഡ് ബൈ 4 1/4 എന്ന് കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ സ്ക്വയർ ഇവിടുന്ന് മാറ്റണം. സ്ക്വയർ മാറ്റാൻ 2 സൈഡിലും സ്ക്വയർ റൂട്ട് എടുത്താൽ മതി അല്ലേ? അപ്പോൾ 2 സൈഡിലും അങ്ങ് സ്ക്വയർ റൂട്ട് എടുക്കുന്നു. എക്സ് പ്ലസ് 5/2 ഹോൾ സ്ക്വയറിൻ്റെ റൂട്ട് എടുത്തപ്പോൾ റൂട്ടും സ്ക്വയറൂടെ ക്യാൻസലായി. അപ്പുറത്ത് റൂട്ട് എടുക്കുന്നു, റൂട്ട് ഓഫ് 1/4 എന്ന് കിട്ടും. റൂട്ട് എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. റൂട്ട് എടുക്കുമ്പോൾ 2 വാല്യൂ കിട്ടും, ഒരു പോസിറ്റീവ് വാല്യൂവും ഒരു നെഗറ്റീവ് വാല്യൂവും. അതെന്തുകൊണ്ടാണെന്ന് സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്സിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? ശരി, അപ്പോൾ നമ്മൾ ഈ 2 സൈഡിലും റൂട്ട് എടുത്തപ്പോൾ ഇവിടെ റൂട്ട് ഓഫ് 1/4 എന്ന് കിട്ടി. റൂട്ട് 1/4 എന്ന് പറഞ്ഞാൽ എത്രയാണ് നോക്കാം. എക്സ് പ്ലസ് 5/2 ഇസ് ഈക്വൽ ടു റൂട്ട് 1/4 എന്നാൽ അത് പ്ലസ് ഓർ മൈനസ് 1 റൂട്ട് 1 ഡിവൈഡഡ് ബൈ 4 റൂട്ട് 2. വെറും 1/2 എന്ന് എഴുതരുത്, പ്ലസ് ഓർ മൈനസ് 1/2 എന്ന് എഴുതണം. അതിൻ്റെ കാരണം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. 1/2 സ്ക്വയർ എടുത്താലും 1/4 കിട്ടും, മൈനസ് 1/2 സ്ക്വയർ എടുത്താലും 1/4 കിട്ടും. അപ്പോൾ റൂട്ട് എടുക്കുമ്പോൾ 2 കേസും നമ്മൾ പരിഗണിക്കണം. അപ്പോൾ എക്സ് പ്ലസ് 5/2 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1/2 എന്ന് കിട്ടി. ശരിയല്ലേ? അതായത് ബാക്കി ഞാൻ ഇവിടോട്ട് ചെയ്യാണ്, ശ്രദ്ധിക്കണം. അതിൻ്റെ ബാക്കി എക്സ് പ്ലസ് 5/2 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1/2 എന്നാണ്. അപ്പോൾ പ്ലസ് 1/2 എന്ന കേസ് ഞാൻ എടുക്കുകയാണെങ്കിൽ, പ്ലസ് ഓർ മൈനസ് ഉണ്ട്, അതിൽ പ്ലസ് 1/2 എന്ന കേസാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ എക്സ് പ്ലസ് 5/2 ഈക്വൽ ടു 1/2 എന്ന് കിട്ടി. അതിൽ നിന്ന് എക്സ് കിട്ടാൻ എന്ത് ചെയ്യണം? എക്സ് ഇസ് ഈക്വൽ ടു ഈ 1/2 ആഡ് ചെയ്ത് പ്ലസ് 5/2 അപ്പുറത്തുണ്ട് -5/2. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിനോമിനേറ്റർ സെയിം ആണ്, ന്യൂമറേറ്റർ ഓപ്പറേറ്റ് ചെയ്യുന്നു. 1 - 5 4 -4 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു -2 എന്ന് ആൻസർ കിട്ടി. അപ്പോൾ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഒരു റൂട്ട് -2 ആണ്. ഒരെണ്ണമല്ല കിട്ടിയുള്ളൂ, ഇനി ഒരെണ്ണം കൂടിയുണ്ട്. അതെങ്ങനെ കിട്ടും? പ്ലസ് ഓർ മൈനസ് 1/2 പ്ലസ് 1/2 എന്ന കേസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി -1/2 എന്നൊരു കേസ് അവിടെ കിടപ്പുണ്ട്, അതെടുക്കണം. എക്സ് പ്ലസ് 5/2 ഈക്വൽ ടു -1/2 എന്നെടുത്താൽ എക്സ് ഇസ് ഈക്വൽ ടു -1/2, ഈ പ്ലസ് 5/2 അപ്പുറത്തോട്ട് ഷിഫ്റ്റ് ചെയ്തു, -5/2. ഡിനോമിനേറ്റർ സെയിം ആണ്, -1 -5 അത് -6/2 ഈക്വൽ ടു -3 എന്ന് രണ്ടാമത്തെ ആൻസർ കിട്ടും. അപ്പോൾ ഇതിൻ്റെ റൂട്ട്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ -2ഉം -3ഉമാണ്. അപ്പോൾ ചെയ്യുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുക. സെക്കൻഡ് സ്റ്റെപ്പിൽ കോൺസ്റ്റന്റ് ടേമിനെ അപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുക. തേർഡ് ടേമിൽ എ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എ 1 ആണെങ്കിൽ അത് ചെയ്യേണ്ട. അടുത്ത ഫോർത്ത് സ്റ്റെപ്പിൽ എക്സിൻ്റെ കോയഫിഷ്യൻറ്റിൻ്റെ ഹാഫിൻ്റെ സ്ക്വയർ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ആഡ് ചെയ്യുക.
ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് ലെഫ്റ്റ് സൈഡിനെ ഫാക്ടറൈസ് ചെയ്ത് ഓൾ സ്ക്വയർ എന്ന ഫോമിലോട്ട് മാറ്റി എഴുതണം. അത് എഴുതാൻ എളുപ്പ വഴി ഞാൻ പറഞ്ഞു, സ്ക്വയർ ഉള്ള 2 ടേമുകളിലൂടെ ചേർത്ത് ഓൾ സ്ക്വയർ ഇട്ടാൽ മതി. ഇവിടെ വരുന്ന സൈനും കൂടെ ആയിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിനെ സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം ഇവിടുത്തെ സ്ക്വയർ മാറ്റാൻ അപ്പുറത്തെ റൂട്ട് എടുക്കുക. റൂട്ട് എടുത്ത് പ്ലസ് ഓർ മൈനസ് കൊടുക്കുക. പ്ലസ് ഓർ മൈനസ് കൊടുത്തിട്ട് പ്ലസ് ഇട്ട് ഒരു കേസ് എടുക്കണം, അതിൽ നിന്ന് എക്സിൻ്റെ ഒരു വാല്യൂ. മൈനസ് ഇട്ട് വേറൊരു കേസ് എടുക്കണം, അതിൽ നിന്ന് എക്സിൻ്റെ രണ്ടാമത്തെ വാല്യൂ. ഇത്രയാണ് ചെയ്യേണ്ടത്. ഈ മെത്തേഡാണ് കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ മെത്തേഡ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം കൂടെ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഒരു പ്രോബ്ലം കൂടെ നമ്മൾ കാണാൻ പോവാണ്. 3x² + x - 2 = 0. ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. പെട്ടെന്ന് നോക്കണം. സ്റ്റാൻഡേർഡ് ഫോം ആണ് ഇക്വേഷൻ, ഓൾറെഡി ഇൻ സ്റ്റാൻഡേർഡ് ഫോം. അപ്പോൾ ഞാൻ ഈ -2നെ അപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. കോൺസ്റ്റന്റ് ടൈം അപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. 3x² + x = -2 അപ്പുറത്ത് പോയി +2 ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ x² കോയഫിഷ്യൻ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. x² കോയഫിഷ്യൻ്റ് ഇവിടെ 3 ആണ്. അതുകൊണ്ട് ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ 3, ഡിവൈഡിങ് ബൈ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ x² കിട്ടും. ഇവിടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1/3x എന്ന് കിട്ടും. 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു ഇവിടെ ഈക്വൽ ടു ഇവിടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2/3 എന്ന് കിട്ടും. അപ്പോൾ ഇക്വേഷനെ മൊത്തത്തിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇവിടെ എന്താ 3 ഇല്ലാത്ത? ഇവിടുത്തെ 3 ക്യാൻസൽ ആയിപ്പോയി അല്ലേ. 3x² ആയിരുന്നു, ആ 3 കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്. 3 വെട്ടിപ്പോയി, x² പ്ലസ് 1/3x ഇവിടെ 2/3. ഓക്കെ, 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കളഞ്ഞു. ക്ലിയർ ആയി. അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്? എക്സിൻ്റെ കോയഫിഷ്യൻ്റ് എടുക്കണം. എക്സിൻ്റെ കോയഫിഷ്യൻ്റ് ആരാണ്? 1/3 ആണ് അല്ലേ. 1/3. ആ 1/3യുടെ ഹാഫ് എടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു ഹാഫ് എടുക്കാൻ ഡിനോമിനേറ്ററിൽ ഒരു 2 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഡിനോമിനേറ്ററിൽ 2 മൾട്ടിപ്ലൈ ചെയ്തു ഹാഫ്. അപ്പോൾ എത്ര കിട്ടി? 1/6. എന്നിട്ട് എന്ത് ചെയ്യണം? അതിൻ്റെ സ്ക്വയർ എടുക്കണം. ഈ 1/6ൻ്റെ സ്ക്വയർ എടുക്കുന്നു. എന്നിട്ട് അതായത് എക്സിൻ്റെ കോയഫിഷ്യൻറ്റിൻ്റെ ഹാഫിൻ്റെ സ്ക്വയർ എടുത്തു. 1/6ൻ്റെ സ്ക്വയർ എന്ന് കിട്ടി. അത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ആഡ് ചെയ്യണം. x² + 1/3x പ്ലസ് 1/6ൻ്റെ സ്ക്വയർ ഈക്വൽ ടു 2/3 പ്ലസ് 1/6ൻ്റെ സ്ക്വയർ. ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇനി ലെഫ്റ്റ് സൈഡ് ഫാക്ടറൈസ് ചെയ്യണം. ലെഫ്റ്റ് സൈഡ് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ഇത് ഫാക്ടറൈസ് ചെയ്യാൻ എളുപ്പമാർഗ്ഗം ഞാൻ പറഞ്ഞായിരുന്നു. എക്സും ഈ സ്ക്വയർ ഉള്ള ടൈം 1/6 ഇട്ട് ഇവിടുത്തെ സൈൻ ഏതാണെന്ന് വെച്ചാൽ അതും കൂടി ഇട്ട് ഓൾ സ്ക്വയർ ഇട്ടാൽ മതി. കറക്റ്റ് ആയിരിക്കും. ഫാക്ടറൈസ് ചെയ്യുന്നത് കറക്റ്റായിട്ട് വരത്തുള്ളൂ. ഈക്വൽ ടു ഇവിടെയാണെങ്കിൽ 2/3 ഉണ്ട് പ്ലസ് 1/1ൻ്റെ സ്ക്വയർ 1/6ൻ്റെ സ്ക്വയർ 36. അപ്പോൾ 1/36 എന്ന് കിട്ടി. ഇനി ഇത് ക്രോസ് ചെയ്യാം. LCM എടുക്കുന്ന എളുപ്പം. ഇവിടെ നമുക്ക് 36, ഇവിടെ 36 ആക്കാൻ 12 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മുകളിലും താഴെ ഞാനൊരു 12 മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ഇനി ഒന്നും ചേഞ്ച് ചെയ്യേണ്ട. x + 1/6 ഓൾ സ്ക്വയർ ഈക്വൽ ടു 2 × 12 24 ഡിവൈഡഡ് ബൈ 3 × 12 36 പ്ലസ് 1/36 ഇങ്ങനെ കിട്ടും. ശരിയല്ലേ? ഇനി ഡിനോമിനേറ്റർ സെയിം ആണ്. ന്യൂമറേറ്റർ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ x + 1/6 ഓൾ സ്ക്വയർ ഈക്വൽ ടു 24 + 1 25 ഡിവൈഡഡ് ബൈ 36 എന്ന് കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടുത്തെ സ്ക്വയർ മാറ്റണം. സ്ക്വയർ മാറ്റാൻ അപ്പുറത്ത് റൂട്ട് എടുക്കണം. ഓക്കെ, അപ്പോൾ x + 1/6 is equal to square root of 25 divided by 36. ഓക്കെ, ഇനി റൂട്ട് എടുക്കുമ്പോൾ പ്ലസ് ഓർ മൈനസ് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ബാക്കി ഇവിടെ നോക്കിക്കോ. x + 1/6 equal to plus or minus root 25 is 5 divided by root 36, that is 6. ഓക്കെ, പ്ലസ് ഓർ മൈനസ് 5/6 എന്ന് കിട്ടി. ഇനി 2 കേസായിട്ട് ഇത് മാറ്റിയെടുക്കണം അല്ലേ. ആദ്യം x + 1/6 equal to 5/6. The second case is x + 1/6 equal to -5/6. ഫസ്റ്റ് കേസ് ഞാൻ സോൾവ് ചെയ്യാണ്. ഫസ്റ്റ് കേസ് സോൾവ് ചെയ്യുമ്പോൾ എക്സ് കിട്ടാനായിട്ട് x is equal to plus 1/6നെ അപ്പുറത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. 5/6 minus 1/6 or x is equal to 5/6 minus 1/6. ഡിനോമിനേറ്റർ സെയിം ആണ്. ന്യൂമറേറ്റർ ഓപ്പറേറ്റ് ചെയ്യാം. 5 - 1 is 4. 4/6
6. 4 by 6 means 2 is a common factor there. So 2 cancel ചെയ്താൽ 2 by 3 എന്ന് ആൻസർ കിട്ടും. ഇവിടുന്ന് 2 ക്യാൻസൽ ചെയ്ത് 4 by 6 അല്ലെങ്കിൽ 2 by 3 എന്ന് ആൻസർ കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഒരു റൂട്ട് നമുക്ക് 2 by 3 എന്ന് കിട്ടി. അടുത്ത റൂട്ട് കിട്ടാനായിട്ട് സെക്കൻഡ് കേസ് എടുക്കണം. സെക്കൻഡ് കേസ് എന്താണ്? എക്സ് പ്ലസ് 1 by 6 ഈക്വൽ ടു മൈനസ് 5 by 6. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എന്താവും? മൈനസ് 5 by 6. ഈ പ്ലസ് 1 by 6 ഷിഫ്റ്റ് ചെയ്തു മൈനസ് 1 by 6. ഓക്കെ, ഡിനോമിനേറ്റർ സെയിം ആണ്, ന്യൂമറേറ്റർ ഓപ്പറേറ്റ് ചെയ്യാം. എക്സ് ഇസ് ഈക്വൽ ടു minus 5 minus 1. Minus 5 minus 1 means minus 6. Minus 6 divided by common denominator 6. Minus 6 by 6. 6 by 6 is 1. So x is equal to minus 1. So the roots are 2 by 3 and minus 1. 2 by 3 minus 1. എങ്ങനെയാണ് പ്രൊസീജിയർ? ആദ്യം മുതൽ ഒരു തവണ കൂടി പെട്ടെന്ന് നോക്കാം. സ്റ്റാൻഡേർഡ് ഫോമിൽ ഇക്വേഷൻ എഴുതുന്നു, കോൺസ്റ്റന്റ് ടേമിനെ ഷിഫ്റ്റ് ചെയ്യുന്നു, എ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എക്സിൻ്റെ കോയഫിഷ്യൻറ്റിൻ്റെ ഹാഫിൻ്റെ സ്ക്വയർ എടുത്തു. എക്സിൻ്റെ കോയഫിഷ്യൻറ്റിൻ്റെ 1/3 ഹാഫിൻ്റെ സ്ക്വയർ എടുത്തു. ലെഫ്റ്റ് സൈഡിലും ആഡ് ചെയ്തു, റൈറ്റ് സൈഡിലും ആഡ് ചെയ്തു. ലെഫ്റ്റ് സൈഡിനെ ഫാക്ടറൈസ് ചെയ്തു. എളുപ്പം ഫാക്ടറൈസ് ചെയ്യാം. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് ഒരു നമ്പർ ആക്കി എടുത്ത് വെച്ചിട്ട് ഈ സ്ക്വയർ മാറ്റാൻ അപ്പുറത്ത് സ്ക്വയർ റൂട്ട് എടുത്തു. സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ പ്ലസ് ഇട്ട് ഒരു കേസ് എടുക്കണം, മൈനസ് ഇട്ട് ഒരു കേസ് എടുക്കണം. രണ്ട് കേസും സോൾവ് ചെയ്ത് ഓരോ റൂട്ട്സ് കണ്ടുപിടിക്കണം. സിമ്പിൾ, ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കണം. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഇത് പങ്കുവയ്ക്കണം, അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം പോളിമാത്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. പോളിമാത്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കൂടുതൽ ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.